ആരാധികയോടുള്ള പ്രണയം പതിയെ പതിയെ ലൈംഗിക താല്പര്യമായി മാറുന്നു. താരങ്ങളെ ആരാധിക്കുക, ആ ആരാധന ചെന്നെത്തിയതോ ആരും കേട്ടാൽ ഞെട്ടിപ്പോകുന്ന അരുംകൊലയിൽ. അതെ, ഈ കഴിഞ്ഞിടെ നടന്ന കർണാടകയിലെ രേണുകാസ്വാമി കൊലക്കേസ്. അന്ധമായ ആരാധന പ്രണയവും ലൈംഗിക താല്പര്യവുമായതോടെ എതിർവശത്ത് നിന്നവർക്കുണ്ടായ പകയാണ് രേണുകസ്വാമി എന്ന 33-കാരൻ്റെ അരുംകൊലയ്ക്ക് കാരണമായത്. തൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിക്ക് കന്നഡ നടി പവിത്ര ഗൗഡയോട് അഗാധമായ ആരാധനയേറി. ഗൗതം KS 9090 എന്ന വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് രേണുകസ്വാമി പവിത്രയ്ക്ക് സന്ദേശങ്ങൾ അയക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈ സന്ദേശങ്ങൾ അയച്ച് അധികം വൈകാതെ തന്നെ മെസ്സേജുകളുടെ ഈ സ്വഭാവം പതിയെ പതിയെ മാറി വന്നു തുടങ്ങി. നടൻ ദർശൻ തെഗുദീപ എന്ന കന്നഡ സ്റ്റാറുമായി പവിത്ര പതിറ്റാണ്ടുകളേറെയായി പ്രണയത്തിലായിരിക്കെ ദർശനെ ഉപേക്ഷിച്ച് തൻ്റെ ഒപ്പം വന്ന് താമസിക്കണമെന്ന് രേണുകസ്വാമി ആവശ്യപ്പെടാൻ തുടങ്ങി. ഈ പവിത്രയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും അതുപോലെ തന്നെ തൻ്റെ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളും വ്യാജ അക്കൗണ്ടിൽ നിന്നും ഈ രേണുകാസ്വാമി അയച്ചതോടെ പവിത്രയ്ക്ക് ഈ അതുപോലെ അടക്കാനാവാത്ത രോക്ഷമായി മാറി. അതേസമയം ഈ വിവരം നടൻ ദർശനെയും ചിത്രദുർഗയിലെ ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാഘവേന്ദ്രയെയും പവിത്ര അറിയിക്കുന്നു. അങ്ങനെ ഈ രാഘവേന്ദ്ര ഒരു സ്ത്രീയുടെ പേരിൽ ഒരു വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി രേണുകാസ്വാമിക്ക് അയക്കുന്നു. അപ്പം അതിലൂടെ ഈ രേണുകാസ്വാമിയുടെ യഥാർത്ഥ പേരും വിവരങ്ങളും എല്ലാം അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയാണ് ഉണ്ടായത്. അതെ, ജൂൺ 7-ന് രാഘവേന്ദ്ര ഗുണ്ടാ സംഘവുമായെത്തി രേണുകസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഈ തട്ടിക്കൊണ്ടുപോയതോ അവിടെ തൊട്ടാണ് ഇനി കഥയുടെ ഗതി മാറാൻ വേണ്ടി പോകുന്നത്. ഈ രാജരാജേശ്വരി നഗറിലെ ആളൊഴിഞ്ഞ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് ഈ രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ചെന്നിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ഈ ബെൽറ്റ് കൊണ്ട് തല്ലിച്ചതക്കുകയും അതുപോലെ ഷോക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പവിത്രയെയും ദർശനെയും വിവരമറിയിച്ചു. അങ്ങനെ ഈ അറിയിപ്പിനെ തുടർന്ന് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തിയ ഈ പവിത്രയും ദർശനും രേണുകാസ്വാമിയെ കാണുകയും അപ്പോൾ തന്നെ പവിത്ര തൻ്റെ കാലിലെ ചെരുപ്പൂരി രേണുകാസ്വാമിയുടെ മുഖത്തും ശരീരത്തിലും ആഞ്ഞടിക്കുകയാണ് ഉണ്ടായത്. മുഖത്ത് നിന്ന് വാർന്നൊഴുകിയ രക്തം പവിത്രയുടെ ചെരുപ്പിലും പറ്റി. തുടർന്ന് കാമുകനായ ദർശനോട് അവനെ വെറുതെ വിടരുത്, അവനെ പാഠം പഠിപ്പിക്കണം, ഇവനെ പോലുള്ളവർ ജീവിക്കാൻ പാടില്ല, പവിത്ര പറയുന്നു. അങ്ങനെ ഈ പവിത്രയുടെ വാക്ക് കേട്ടപ്പം അത് കേട്ട് ഈ ദേഷ്യം പൂണ്ട ദർശനും കൂട്ടരും ഈ രേണുകാസ്വാമിയെ മൃഗീയമായി ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. മർദ്ദനമേറ്റ രേണുകസ്വാമിയുടെ തലയിൽ ആഴത്തിൽ മുറിവുണ്ടായി. സ്വകാര്യ ഭാഗങ്ങൾ ചതഞ്ഞരഞ്ഞു. എന്തിനേറെ പറയണം, ഈ അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയം മുറിഞ്ഞടർന്ന നിലയിലായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഈ നടൻ ദർശൻ്റെ ചവിട്ടേറ്റാണ് രേണുകാസ്വാമിയുടെ സ്വകാര്യ ഭാഗങ്ങൾ തകർന്നതെന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അതീ പറഞ്ഞത് ഈ പ്രതികളിൽ ഒരാളായ ദീപക് കുമാർ എന്നൊരാളായാണ് മൊഴി നൽകിയത്. അടിയേറ്റ് ശരീരത്തിലെ എല്ലുകളെല്ലാം നുറുങ്ങി, ചെവി കാണാൻ പോലും ഇല്ലായിരുന്നു. ഇലക്ട്രിക് ലീക്കേജ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന മെഗർ ഉപയോഗിച്ച് അക്രമികൾ രേണുകസ്വാമിയുടെ ജനനേന്ദ്രിയത്തിൽ ഷോക്കടിപ്പിച്ചു. തുടർന്ന് ഈ മൃതദേഹം രാഘവേന്ദ്രയും സംഘവും ചേർന്ന് കാമാശിപ്പള്ളി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടുത്തെ അഴുക്ക് ചാലിൽ കൊണ്ടുപോയി വലിച്ചെറിയുകയാണ് ഉണ്ടായത്. ജൂൺ 8-നാണ് രേണുകസ്വാമിയുടെ ചതഞ്ഞെറിഞ്ഞ മൃതദേഹം സുമനഹള്ളി പാലത്തിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെത്തുന്നത്.
അപ്പം ഇങ്ങനെ ഈ പോലീസ് കണ്ടെത്തുമ്പോൾ ആ ശരീരത്തിലാകെ 39 മാരക മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നിയമ സംവിധാനത്തിലെ പണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടെങ്കിൽ ഒരു പ്രമുഖനാണെങ്കിൽ വെല്ലുവിളിക്കാം എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈയിടെ നടന്ന രേണുക സ്വാമിയുടെ ഈ കൊല. അതിന് പ്രധാനമായും കാരണമെന്ന് പറയുന്നത് ഈ നടന്റെ പേരെന്താണ്? ദർശൻ തെഗുതി. ദർശൻ. ഈ ദർശൻ എന്ന് പറയുന്ന അവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്, കന്നഡ സൂപ്പർ സ്റ്റാറാണ്. അപ്പം അദ്ദേഹം 2 കൊലയാളികളെ, അതായത് കുറ്റം ചെയ്തു എന്ന് പറയുന്ന 2 പേരെ വിട്ടുകൊടുക്കുകയാണ് നിയമത്തിന്, ഈ പൈസയ്ക്ക്. വ്യാജ പ്രതികളെ. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹമല്ല, ഇവർ 2 പേരും അല്ല കുറ്റക്കാര്, ഈ ദർശനാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുകയും മൈസൂരിലെ ജിമ്മിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. എന്നിട്ട് എന്തു വേണ്ടി ഈ അറസ്റ്റിലായ ഈ ദർശൻ നേരെ ജയിലിലാണല്ലോ, ആ ജയിലിലെ ഒരു പിക്ചർ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിക്കുക അതുമല്ല വൈറലാവുകയും ഉണ്ടായി. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ജയിലിൽ കഴിയുന്ന ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെയാണെന്ന്, അല്ലേ? എങ്ങനെയായിരുന്നത്? അതായത് വളരെ ചിരിച്ച് ലാഘവത്തോടു കൂടി ചെയറിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. അതൊരിക്കലും ഒരു ജയിലിൽ ഇരിക്കുന്നത് പോലൊന്നുമല്ല, അങ്ങനത്തെ ഒരു പിക്ചറാണ് വെളിയിൽ വന്നത്. അത് കന്നഡയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾക്കും എല്ലാം ഇടയാക്കുകയും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞു വന്നാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനു മുൻപായിട്ട് ഒരു കാര്യം കൂടെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചതാരാ? പവിത്ര എന്ന് പറയുന്ന കന്നഡ നടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് അതിനതുപോലെ കൂട്ടുനിന്നു, അതുപോലെ പറഞ്ഞിട്ടുമുണ്ട്. അവനൊരു പാഠം പഠിപ്പിക്കണം, ഇവനെ പോലുള്ളവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെ, ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഈ കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരു കാര്യമുണ്ടാകാം, ഒരു തോന്നലുണ്ടാകാം. അത് കർണാടകയിലല്ലേ, കർണാടകയിലല്ലേ, കേരളത്തിലല്ലല്ലോ. എന്നാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ കേരളം പുറകിലോട്ടാണോ? ഒരിക്കലും അല്ല. കേരളം പുറകിലോട്ടാണോ? ഒരിക്കലും അല്ല. ഭക്ഷണം മോഷ്ടിച്ചതിന്, അല്ലേ? ഭക്ഷണം മോഷ്ടിച്ചതിന് അട്ടപ്പാടിയിലെ മധുവിനെ തല്ലിക്കൊന്ന നാട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ വാക്കിൽ പറയും അത് കേരളമാണ് എന്ന്. അപ്പം മലയാളികൾക്ക് മുഖമുയർത്തി നിൽക്കാമോ? അങ്ങനെയുള്ളൊരു നാടും കൂടിയല്ലേ നമ്മുടെ കേരളം. ഇവിടെ കർണാടകയിലെ തല്ലിക്കൊന്ന അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദനമേറ്റ ആ യുവാവിന് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അവിടെ, അതുകൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തിനെതിരെ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടായത് എന്താണ്? ഭക്ഷണം മോഷ്ടിച്ചതല്ലേ, വിശന്നിട്ട്. അവിടെയോ നമ്മുടെ മലയാളികൾ എവിടെ പോയി? എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ സ്ഥാനം എവിടെയാ? എന്താ പറയുക, മറ്റൊന്നും പറയാനില്ല. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് നമ്മുടെ ഹൈ റേഞ്ച് കുടുംബം. അപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.